വീഡിയോ സ്വിച്ച് ചെയ്ത് സിനിമാറ്റിക് മോഡിലോട്ട് മാറ്റാം. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് മോഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. സിനിമാറ്റിക് മോഡിന്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാക്രോ മോഡാണ്. മാക്രോ മോഡ് ഈ 13 Pro സീരീസിൽ മാത്രമാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ എടുക്കുന്നത് iPhone 13 Pro Maxന്റെ ഫ്രണ്ട് ക്യാമറയാണ്. എല്ലാവർക്കും നമസ്കാരം. ആർജി വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഞാനും ഒരു ഐഫോൺ വാങ്ങി, iPhone 13 Pro Max. ഇതിൻ്റെ അൺബോക്സിംഗ് അല്ല, അൺബോക്സിംഗ് ഞാൻ മേടിച്ചെടുത്ത് വെച്ച് തന്നെ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന iPhone 10X Max ആയിരുന്നു. അന്നേരം അതിനകത്തുള്ള ഡേറ്റ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട വന്നു. അന്നേരം ട്രേഡിനായപ്പോൾ ആ ഫോൺ കൊടുക്കുകയും ചെയ്തു. അന്നേരം അൺബോക്സ് ചെയ്തു. പക്ഷേ ഞാനാണെങ്കിൽ വീണ്ടും ഫോൺ അതേ കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഇത് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു തരാം. അത് മാത്രമല്ല iPhone Pro Maxൻ്റെ ഒരു സിലിക്കോൺ കേസും മേടിച്ചിട്ടുണ്ട്. പുതിയ iPhone 13 Pro Maxന് പ്ലാസ്റ്റിക്കിൻ്റെതായ യാതൊരുവിധ റാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ 2 സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇളക്കിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ആപ്പിളിൻ്റെ പുതിയ 13 സീരീസിൽ ഇറങ്ങിയ കളർ. ഇതിൻ്റെ പേര് സിയാറ ബ്ലൂ എന്നാണ്. ആപ്പിളിൻ്റെ 12 സീരീസ് ഇറങ്ങിയപ്പം പെസഫിക് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അവരിപ്പം ആപ്പിളിൻ്റെ പുതുതായിട്ട് ഇറങ്ങുന്ന ഓരോ സീരീസിനും പുതുതായിട്ട് ഓരോരോ കളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്തതാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത്, വീണ്ടും ഒട്ടിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്പിളിൻ്റെ ബോക്സിൽ ഈ പ്രാവശ്യം ചാർജറിൻ്റെ അഡാപ്റ്റർ വന്നിട്ടില്ല, ചാർജറിൻ്റെ കേബിൾ മാത്രമാണ് വന്നിരിക്കുന്നത്. കേബിൾ പഴയ ടൈപ്പ് തന്നെയാണ്, ലൈറ്റനിങ് ടു സി ടൈപ്പ് കേബിളാണ്. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സാധാരണ എല്ലാ ബോക്സിലുള്ള കണക്ക് തന്നെ അതിൻ്റെ സിം ഊരാനുള്ള പിന്നും, പിന്നെ ആണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറും, പിന്നെ കുറച്ച് പേപ്പർ ബോക്സും. ഇത് മാത്രമാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ 13 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു പിന്നെ സിലിക്കോണിൻ്റെ കവറാണിത്. സിലിക്കോണിൻ്റെ കവർ നേരത്തെ അവൈലബിൾ ആണ്, പക്ഷേ ഈ കളർ പുതുതായിട്ട് വന്നതാണ്. ഇതിന് മിഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് ഇത് തോന്നുന്നത്. ഐഫോണിൻ്റെ 13 സിയാറ ബ്ലൂ സീരീസിൽ സിയാറ ബ്ലൂ കളറിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരു കളറാണിത്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അതിനകത്ത് ഇതാണ് സിയാറ ബ്ലൂ കളറും മിഡ് നൈറ്റ് കേസും കൂടെ ഇടുമ്പോൾ ഉള്ള ലുക്ക്. നല്ല ഭംഗിയുണ്ട്. കാരണം ഈ ബ്ലൂ ഡാർക്ക് ബ്ലൂവും സിയാറ ബ്ലൂവിൻ്റെ ലൈറ്റ് കളറോട് വരുമ്പോൾ നല്ല മാച്ചിങ് ആണിത്. ഐഫോണിൻ്റെ 13 സീരീസ് സിയാറ ബ്ലൂ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല കളറുള്ള കേസാണിത്. ആപ്പിൾ ഇതിന് സിയാറ ബ്ലൂ എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ റിയാലിറ്റിയിൽ അത്ര ബ്ലൂ ആയിട്ടൊന്നും തോന്നില്ല. ആ വെബ്സൈറ്റിൽ കാണുന്നതിനേക്കാളും ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറായിട്ടാണ് തോന്നുന്നത് ഇത്. iPhone 13 സീരീസ് എന്ന് പറയുമ്പോഴത്തേന് iPhone 12 ഉപയോഗിക്കുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും മാറ്റാൻ പറ്റിയ ഒരു അപ്ഡേഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് സിനിമാറ്റിക് മോഡ്, മാക്രോ മോഡ് എന്നൊക്കെ പറയുന്ന പുതിയ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് ഈ 13 സീരീസ് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, 12 സീരീസിലൊന്നുമില്ല. ക്യാമറ നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ 11 സീരീസിന് മുമ്പുള്ള ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള അപ്ഡേഷൻ ആയിരിക്കും 13 സീരീസ്. പിന്നെ ഇതിനകത്ത് 12നെ അപേക്ഷിച്ചുള്ള മാറ്റം വന്നേക്കുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ വ്യത്യാസം, പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ നോച്ച് ചെറുതായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജ് 1 TB വരെ കൂട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ ഇറങ്ങിയ സീരീസിലെല്ലാം 512 വരെയായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്, ഇപ്പം 1 TB വരെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെയുള്ള ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 ആക്കിയിട്ടുണ്ട്. പിന്നെ 12 സീരീസ് വരെ വന്നേക്കുന്നത് 60 ആയിരുന്നു, ഇപ്പോൾ 120 ആക്കിയിട്ടുണ്ട്. പിന്നെ ഗെയിമൊക്കെ കളിക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ് ആയിരിക്കും, നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വന്നേക്കുന്ന മാറ്റങ്ങൾ. ഞാൻ ഈ ഫോൺ പ്രധാനമായിട്ടും എടുത്തത് വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, നല്ല വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ കാണും, നമ്മൾ എവിടെ പോയാലും കാണും. അന്നേരം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതാണ് പ്രധാനമായിട്ടും ഞാനിത് എടുത്തത്. ഇനി ഞാൻ ഇതിനകത്ത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഇതിൻ്റെ സിനിമാറ്റിക് മോഡും ബാക്കിയുള്ള പിന്നെ മാക്രോ മോഡൊക്കെ എങ്ങനെയാണെന്ന് ഞാനത് ഈ ഫോണിനകത്ത് നിന്ന് തന്നെ എടുത്ത് അതിൻ്റെ വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിരിക്കും. ഇപ്പോൾ നമ്മൾ iPhone 13 Pro Maxൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് നോർമൽ മോഡിലിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്കിത് വീഡിയോ സ്വിച്ച് ചെയ്ത് സിനിമാറ്റിക് മോഡിലോട്ട് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് മോഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. സിനിമാറ്റിക് മോഡിൽ പ്രധാനമായിട്ടും പറയുമ്പോൾ നമ്മളെ കൂടുതൽ ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ബ്ലേർഡ് ആയിട്ട് കാണാൻ പറ്റും. നല്ല പിന്നെ DSLR-ൽ എടുക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. സിനിമാറ്റിക് മോഡിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് പോയിന്റ് ഷിഫ്റ്റ് ആവും. അതായത് നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സോഫ്റ്റ്വെയർ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഷിഫ്റ്റ് ആവും. നമുക്കൊന്ന് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പിന്നെ അത് മാത്രമല്ല, സിനിമാറ്റിക് മോഡിൽ വീഡിയോ എടുത്തതിന് ശേഷം
നമുക്ക് അതിന്റെ ഡെപ്ത് മാറ്റാനും ഫോക്കസ് പോയിന്റ് ചേഞ്ച് ചെയ്യാനും പറ്റും. അത് ഈ ഒരു പുതിയ ഫോണിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ടല്ലേ? സിനിമാറ്റിക് മോഡ് അല്ലാതെ പിന്നെ വേറെ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് 3x ഒപ്റ്റിക്കൽ സൂമിലാണ്. iPhone 12 Maxൽ 3x വരെ ഇല്ലായിരുന്നു. ഇത് നല്ലൊരു അപ്ഡേഷനാണ്. നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാക്രോ മോഡാണ്. മാക്രോ മോഡ് ഈ 13 Pro സീരീസിൽ മാത്രമാണ് വന്നേക്കുന്നത്, 12 സീരീസിലൊന്നുമില്ല. നമുക്ക് ഈ പൂവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാമറ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഫോക്കസ് ആവുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്. അത്രയും ക്ലോസ് റേഞ്ചിൽ പോകുമ്പം തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇത് 13 Pro സീരീസിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു അപ്ഡേഷനാണ്. ഇതിപ്പോൾ എടുക്കുന്നത് iPhone 13 Pro Maxന്റെ ഫ്രണ്ട് ക്യാമറയാണ്, സെൽഫി ക്യാമറയിലാണ് എടുക്കുന്നത്. സെൽഫി ക്യാമറയിലും ഇവർ സിനിമാറ്റിക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ ബ്ലർഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വോയിസ് ഇപ്പം റെക്കോർഡ് ആവുന്നത് ഈ ഫോണിനകത്ത് തന്നെയാണ്. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി നല്ലതാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. iPhone 13 Pro Maxന്റെ പെട്ടെന്ന് പറയത്തക്കതായിട്ടുള്ള ക്യാമറ ഫംഗ്ഷൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഈ iPhone 13 Proയിൽ എടുത്ത കുറച്ച് നല്ല ഫോട്ടോസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.